ഞാൻ എന്തിനാണ് രണ്ട് വാച്ചുകൾ കിട്ടിയിരിക്കുന്നത്? ക്രിസ്ത്യാനോ റൊണാൾഡോ, കോഹ്ലി, മോഹൻലാൽ ഈ ഒരു ബ്രാൻഡ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് ഈ ഒരു ബ്രാൻഡിന്റെ പ്രത്യേകത? ഹായ് ഗൈസ്, ദിസ് ഈസ് എഫ്ന, യു ആർ വാച്ചിങ് ക്രോണോഗ്രാഫ്. വെൽക്കം ബാക്ക്. ക്രിസ്ത്യാനോ റൊണാൾഡോ, കോഹ്ലി, മോഹൻലാൽ അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പോൾ ധരിച്ചു വരുന്ന വൂപ്പ് എന്ന ബ്രാൻഡിന്റെ അൺബോക്സിങ്ങും ഈ ഒരു ബ്രാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും ഇത്രയും വില കൊടുത്ത് ഈ ഒരു ബ്രാൻഡ് മേടിക്കേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചും സെലിബ്രിറ്റീസ് എന്തുകൊണ്ട് ഈ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്തിരിക്കുന്നതെന്നും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വൂപ്പ് എന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്ത് 2015 അന്ന് വൂപ്പ് 1 ഫിറ്റ്നസ് ബാൻഡ് ആണ് ഈ ബ്രാൻഡ് പുറത്തിറക്കിയത്. 2021 ആയപ്പോഴേക്കും വൂപ്പ് 4.0 എന്ന ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് ലോഞ്ച് ചെയ്തു. 2015 മുതൽ 2021 കാലഘട്ടങ്ങളിൽ ഈ ഒരു ബാൻഡ് അധികം ആരും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ട് അത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഈ ബാൻഡ് ധരിച്ചിരുന്നുള്ളൂ. എന്നാൽ 2023-24 കാലഘട്ടം ആയപ്പോൾ വൂപ്പ് എന്ന ഈ ബ്രാൻഡ് ഈ ഒരു ബാൻഡിന് ഒരു ഗ്ലോബൽ റീച്ച് നേടിക്കൊടുത്തു. അതെങ്ങനെയാണെന്നല്ലേ? അവർ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഗ്ലോബൽ അംബാസിഡറായി വൂപ്പ് എന്ന ബ്രാൻഡ് തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസിലെല്ലാം ഈ ഒരു ബാൻഡ് ധരിക്കാനിടയായി. പിന്നീട് അങ്ങോട്ട് ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ഈ ഒരു ബാൻഡിനെ കുറിച്ച് തിരക്കാനിടയായി, അത് ഉപയോഗിക്കാനിടയായി. ഇന്ന് 120 മില്യൺ ഫോളോവേഴ്സ് ആണ് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിന്റെ പിന്നാലെ ഉള്ളതെന്നാണ് ഈ വൂപ്പ് എന്ന ബ്രാൻഡ് അവകാശപ്പെടുന്നത്. ഇതാണ് വൂപ്പ് എന്ന ബ്രാൻഡിന്റെ ഫിറ്റ്നസ് ബാൻഡ്. നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു ബോക്സ്. ഈ ഒരു ബോക്സിൽ നമുക്ക് വൂപ്പ് 4.0 എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു ബോക്സിന്റെ സൈഡിലായിട്ട് 24x7 വെയർ എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് 24 മണിക്കൂറും 7 ദിവസവും നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് ഉപയോഗിക്കാൻ ബ്രാൻഡ് താല്പര്യപ്പെടുന്നു. അതോടൊപ്പം ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് വയർലെസ് ചാർജിങ് ഉൾപ്പെടുന്നതാണ്. മറ്റൊന്ന് വാട്ടർ പ്രൂഫ് ആണെന്ന് ഈ ഒരു ബോക്സിന്റെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതാണ് ഈ ഒരു ബോക്സിന്റെ മറ്റൊരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് സ്ലീപ്പ്, സ്ട്രെയിൻ, റിക്കവറി, റെസ്പിറേറ്ററി റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, ഹേർട്ട് റേറ്റ് വേരിയബിലിറ്റി, മാക്സിമം ഹേർട്ട് റേറ്റ്, ആവറേജ് ഹേർട്ട് റേറ്റ്, സ്കിൻ ടെമ്പറേച്ചർ, കലോറീസ്, കോച്ചിങ്, ഇത്തരത്തിലുള്ള അനേകം ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൽ ബ്രാൻഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ബോക്സ് നമ്മൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ബോക്സിനുള്ളിലായിട്ടാണ് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡും കാറ്റലോഗ്സ് എല്ലാം വരുന്നത്. ഈ ഒരു ബോക്സ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഗൈഡ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ഒരു സെറ്റപ്പ് ഗൈഡ് നമ്മൾ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ബാറ്ററി ചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഫിറ്റ്നസ് ബാൻഡിന്റെ ഒഫീഷ്യൽ ആപ്പ് ഏതാണ്, അതിന്റെ QR കോഡ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ആ ഒരു ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് എങ്ങനെയാണ് കൈകളിൽ ധരിക്കേണ്ടത്, വളരെ ടൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് കൈകളിൽ ധരിക്കേണ്ടത്. അപ്പോൾ ചോദിക്കും, ഭയങ്കര ടൈറ്റ് ആയിട്ട് കിട്ടുമ്പോൾ കൈക്ക് അസ്വസ്ഥത തോന്നില്ലേ? അതിനാണ് വൂപ്പ് എന്ന ബ്രാൻഡ് ഇങ്ങനെ ഒരു ബാൻഡ് അവര് തന്നെ ഉണ്ടാക്കിയെടുത്തതിന്റെ കാരണം. ഇത് വളരെ സ്മൂത്ത് ആണ്. നമ്മുടെ കൈകളിൽ എത്ര ടൈറ്റ് ചെയ്ത് കിട്ടിയാൽ പോലും ഇത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസും നമുക്ക് തോന്നാൻ ചാൻസ് ഇല്ല. കാരണം അത്തരത്തിൽ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ബാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, കൈകളിൽ കെട്ടുന്നതിന് മുമ്പ് ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് ക്ലോസ് ചെയ്യേണ്ടത്, ഫിറ്റ്നസ് ബാൻഡിന്റെ വൂപ്പ് എന്ന ലോഗോ നമ്മുടെ ഫേസിന് ഓപ്പോസിറ്റ് ആയിരിക്കണം ഈ ഒരു ബാൻഡ് നമ്മൾ കൈകളിൽ കെട്ടേണ്ടത് എന്നും ഈ ഒരു സെറ്റപ്പ് ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വൂപ്പ് ഗൈഡ് നമുക്ക് ഇവർ ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ ഒപ്പം വരുന്ന വയർലെസ് ചാർജർ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വയർലെസ് ചാർജർ നോക്കിക്കഴിഞ്ഞാൽ വൂപ്പ് എന്ന ആ ഒരു ബ്രാൻഡ് നെയിമിന്റെ ലോഗോ ഇതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് കാണാം. തൊട്ട് മുകളിലായിട്ട് ഒരു LED കൊടുത്തിരിക്കുന്നത് കാണാം.
ആ ഒരു LED നമ്മൾ ഇതിൽ ചാർജറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു LED കത്തുന്നതായിരിക്കും. ഇത്തരത്തിലാണ് ചാർജ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു ചാർജർ കേബിളും നമുക്ക് ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കേബിള് ഈ ഒരു വയർലെസ് ചാർജറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു വയർലെസ് ചാർജർ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനും സാധിക്കും. ഈ ഒരു ബാൻഡിലേക്ക് ഈ ഒരു വയർലെസ് ചാർജർ എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യമേ ഈ ഒരു ബാൻഡ് കയ്യിൽ കെട്ടുക. വയർലെസ് ചാർജർ നമ്മൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്താണ് ഈ ഒരു ബാൻഡിലേക്ക് കയറ്റുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വയർലെസ് ചാർജർ സ്ലൈഡ് ചെയ്ത് കയറ്റുന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്തെടുത്തിരിക്കുന്നതിന്റെ കാരണം, നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് കൈകളിൽ നിന്ന് അഴിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അഴിക്കാൻ ബ്രാൻഡ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാക്കിന്റെ ഫുൾ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതൊരു പ്രൊഫഷണൽ ഫിറ്റ്നസ് ബാൻഡ് ആണ്. അതായത് 24x7 നമ്മുടെ കൈകളിൽ ബ്രാൻഡ് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിറ്റ്നസ് ട്രാക്കിംഗ് ഇതിലൂടെ നടത്താനും കഴിയുന്നു. ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഈ വൂപ്പ് ബ്രാൻഡിന്റെ കമ്പനി റെപ്രസെന്റേറ്റീവ്സ് അപ്രോച്ച് ചെയ്തപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ ചോദിച്ചു, ഇവിടെ ആപ്പിൾ വാച്ചസ് ഉണ്ട്, വേറെ ഒരുപാട് ഫിറ്റ്നസ് ബാൻഡ്സ് ഉണ്ട്, അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഓൾറെഡി തന്നെ മാർക്കറ്റിൽ ഉള്ളപ്പോൾ എന്തുകൊണ്ട് വൂപ്പ് എന്ന് അദ്ദേഹം ചോദിച്ചു. അവർ അതിനു വേണ്ടി കൊടുത്ത മറുപടിയിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു ബാൻഡാണ് നമുക്ക് 24x7 യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് കിടന്നുറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും, അതായത് വാട്ടർ പ്രൂഫ് ആണ്, കുളിക്കുമ്പോൾ വരെ ഈ ഒരു ബാൻഡ് ധരിക്കാൻ ബ്രാൻഡ് താല്പര്യപ്പെടുന്നുണ്ട്. അതാണ് മറ്റു ബ്രാൻഡുകളിൽ നിന്ന് ഈ ഒരു ബാൻഡിനെ വ്യത്യസ്തമാക്കുന്നത്. ഇനി ആപ്പിൾ വാച്ചസ് എല്ലാം യൂസ് ചെയ്യുന്നവർ പറയും, ആപ്പിൾ വാച്ചസിൽ ഡിസ്പ്ലേ വരെ ഉണ്ട്, എന്തിന് വൂപ്പിന്റെ ഈ ഒരു ബാൻഡ് മേടിച്ച് യൂസ് ചെയ്യണം? ആപ്പിൾ വാച്ചസ് ചാർജ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു പരിധി വരെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആ വാച്ച് നമ്മുടെ കൈകളിൽ നിന്ന് അഴിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ ഒരു ബാൻഡ് അഴിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വയർലെസ് ചാർജിങ് പോലും ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. ധൃതി പിടിച്ച് വീടിന് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഇത് ചാർജ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഒരു ചാർജർ കൊണ്ടു കിടക്കാം. ഈ ഒരു ബാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഈ ബാൻഡ് 24x7 നമ്മുടെ ഫിറ്റ്നസ് ട്രാക്കിംഗ് മോണിറ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കും. വൂപ്പ് എന്ന ബ്രാൻഡിന്റെ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് നിങ്ങൾ മേടിക്കുമ്പോൾ ആ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വൂപ്പ് 4.0 ഈ ഒരു ഹാർഡ്വെയർ കിട്ടും, സൂപ്പർനെറ്റ് ബാൻഡ് നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടും, പിന്നെ ഒരു വയർലെസ് ബാറ്ററി നിങ്ങൾക്ക് കിട്ടും, ഇൻസ്ട്രക്ഷൻ മാനുവൽ, റെഗുലേറ്ററി ബുക്ക്ലെറ്റ്, പിന്നെ USB ചാർജിങ് കേബിള്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ മേടിക്കുന്ന ബോക്സിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം സാധനങ്ങൾ ഉൾപ്പെടെ സബ്സ്ക്രിപ്ഷനും കൂട്ടി ഏകദേശം ഒരു വർഷത്തേക്ക് 24,000-നും 25,000-നും ഇടയിലാണ് പ്രൈസിങ് വരുന്നത്. നമ്മൾ ഈ ഒരു വൂപ്പിന്റെ ബോക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 29,990 രൂപയാണ് ഇവർ ഈ ഒരു വൂപ്പ് ബ്രാൻഡിന്റെ പ്രൈസിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 12 മാസത്തേക്കും 24 മാസത്തേക്കും സബ്സ്ക്രിപ്ഷൻ എടുക്കാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വൂപ്പിന്റെ ഒരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പോലും നമുക്ക് $30 കൊടുക്കുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാം എന്നാണ്. ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിന്റെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിന്റെ ഇത്രയും വലിയൊരു പ്രൈസിംഗ് ആണ്. രണ്ടാമതായിട്ടുള്ളത്, ഈ ഒരു ബാൻഡിന് ഫോണിൽ മാത്രമേ മെഷർമെന്റ്, ട്രാക്കിംഗ് അതുപോലുള്ള കാര്യങ്ങളുടെ റിസൾട്ട് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു ബാൻഡിന്റെ റെപ്രസെന്റേറ്റീവ്സിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ബ്രാൻഡിന്റെ റെപ്രസെന്റേറ്റീവ്സ് കൊടുത്ത ഒരു റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി തന്റെ ബോഡി ഫിറ്റ്നസ് നോക്കുമ്പോൾ അദ്ദേഹം അതിന് സെപ്പറേറ്റ് സമയം മാറ്റി വെച്ചാണ് അത് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് വേറെ ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബാൻഡിൽ അവർ ഒരു ഡിസ്പ്ലേ വെക്കാത്തത് എന്നാണ്. മറ്റൊരു കാരണം, ഈ ഒരു ബാൻഡ് കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ധരിക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റ്നസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കംഫർട്ടിന് വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ഈ ഒരു ബാൻഡിൽ കൊടുക്കാത്തത് എന്നാണ്. മറ്റൊരു രസകരമായ സംഗതി അവർ ഷെയർ ചെയ്തത്, ഒരു വ്യക്തി ഈ ഫിറ്റ്നസ് ബാൻഡ് ധരിച്ച് അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ദിവസത്തിൽ ഒരു പർട്ടിക്കുലർ ടൈം ഫോണിൽ അതിന്റെ കറക്റ്റ് ട്രാക്കിംഗ് മനസ്സിലാക്കാൻ സമയം ചെലവഴിക്കണം. ഈ ഒരു ബാൻഡിൽ അതിനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആളുകൾ അത് ജസ്റ്റ് നോക്കും, അത് വിട്ടുകളയും. എന്നാൽ ഫോണിലാണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ടൈം വെച്ച് എല്ലാ ദിവസവും നോക്കുന്നതിന് ഇടയാകുന്നതിനും
ഒരു വ്യക്തിയുടെ ഫിറ്റ്നസ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കഴിയുമെന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത്. മറ്റൊരു ചോദ്യം ക്രിസ്ത്യാനോ ചോദിച്ചത്, എന്തുകൊണ്ട് ഇത്ര വില ഇതിന് നിങ്ങൾ മേടിക്കുന്നു? അതിന് കൊടുത്ത മറുപടി രസകരമാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ആണ്. ആ ഒരു ഫിറ്റ്നസിന് വേണ്ടി ഒരു വ്യക്തിക്ക് ഇത്രയും എമൗണ്ട് അദ്ദേഹത്തിന് മുടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ ഈ ഒരു വൂപ്പ് ബാൻഡ് മേടിക്കേണ്ട എന്നാണ് അവർ പറഞ്ഞത്. ഈ ഒരു വൂപ്പ് ബാൻഡിൽ ആക്ച്വലി എന്താണ് നടക്കുന്നത്? അത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ വൂപ്പ് ബാൻഡ് നമ്മുടെ ഫോണുമായി ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലായിട്ട് ഈ ഒരു ബാൻഡിൽ എത്ര ബാറ്ററി ബാക്കപ്പ് ആണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആ വിൻഡോയിൽ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. തൊട്ടിപ്പുറത്തായിട്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് റിക്കവറി എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കഴിയുമ്പോൾ സ്ട്രെയിൻ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഓവർവ്യൂ എന്ന ടാബിൽ നിങ്ങളുടെ ബോഡിയിലെ ഫിറ്റ്നസ് ട്രാക്കിങ്ങിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആയിരിക്കും അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ സ്ലീപ്പ് എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഉറക്കത്തിന്റെ മോണിറ്ററിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതായത് നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ എത്ര മണിക്കൂർ ഉറങ്ങി, എപ്പോ എഴുന്നേറ്റു, എപ്പോ കിടന്നു, ഒരു ദിവസം ഉറങ്ങാൻ നിങ്ങൾ വൈകിയാൽ പിറ്റേ ദിവസം നിങ്ങൾ എത്രമാത്രം ഉറങ്ങണം, നിങ്ങൾ ഉറങ്ങിയപ്പോൾ എത്ര തവണ എണീറ്റു, ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് നിങ്ങളെ കാണിച്ചു തരും. റിക്കവറി എന്ന പോർഷനിൽ നമ്മുടെ സ്ലീപ്പിന്റെ എല്ലാം റിക്കവറി, അതായത് നമ്മൾ ഒരു ദിവസം ഉറങ്ങാൻ വൈകിയാൽ പിറ്റേ ദിവസം ഇത്ര ടൈം നിങ്ങൾ ഉറങ്ങണമെന്ന് ആ ഒരു സെക്ഷനിൽ കാണിക്കും. സ്ട്രെയിൻ എന്ന ഭാഗത്ത് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൽ 0 to 21 സ്കോറിംഗിൽ നിങ്ങളുടെ സ്കോർ എത്രയാണെന്നുള്ളത് ഈ ഒരു ബാൻഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതനുസരിച്ച് അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റും. ഒരു ജേണൽ എൻട്രി ഉണ്ട്. അതായത് നമ്മൾ ഒരു ദിവസം ചെയ്ത കാര്യാദികൾ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് കൊടുത്ത് നമ്മൾ അതൊരു എൻട്രി കൊടുക്കുക. ജേണൽ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ ഫിറ്റ്നസ് ട്രാക്കിങ്ങിന്റെ ഒരു റിസൾട്ട് ഈ ഒരു ബാൻഡ് തന്നെ ഫോം ചെയ്തു തരും. ഇതിന്റെ ബാൻഡ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഫെയ്ഡ് ഔട്ട് ആവുന്നതിനും പൊട്ടിപ്പോകുന്നതിനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു ബാൻഡിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന റേറ്റ് ആണ് 2500 രൂപ. മിനിമം 1999 റേറ്റിന് മുകളിലാണ് ഈ ഒരു ബാൻഡിന്റെ ചാർജ് ഒക്കെ വരുന്നത് തന്നെ. അപ്പോൾ സ്ട്രാപ്പ് പെട്ടെന്ന് ഡാമേജ് ആവുന്നതും സ്ട്രാപ്പിന്റെ റേറ്റ് ഇത്ര എക്സ്പെൻസീവ് ആയിരിക്കുന്നതും പേഴ്സണലി എനിക്ക് അത് ഇഷ്ടപ്പെടാതായിട്ട് തോന്നി. പക്ഷെ ഇത്തരത്തിലുള്ള കോസ് ആൻഡ് കോൺസ് എല്ലാ ഗാഡ്ജറ്റ്സിനും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ പല ആളുകളും ഈ ഒരു ബാൻഡിനെ കമ്പയർ ചെയ്യുന്നത് ആപ്പിൾ വാച്ച് ആയിട്ടൊക്കെയാണ്. ആപ്പിൾ വാച്ചിലെല്ലാം നിങ്ങൾ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാളെല്ലാം ബെറ്റർ നിങ്ങൾക്ക് ഗാർമിൻ വാച്ചസ് ഒക്കെ ആയിരിക്കും നോക്കുന്നതായിരിക്കും. അതിൽ കുറച്ചും കൂടി ആക്യുറസി നിങ്ങൾക്ക് കിട്ടും. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആക്യുറേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ കറക്റ്റ് ഇതിന്റെ ടെക്നിക്കൽ മിഷനറീസ് ഒക്കെ യൂസ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരു ചെക്കപ്പ് ഒക്കെ നമ്മൾ നടത്തണമെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആയിരിക്കണം. ഇത് നമ്മൾ എവിടെ പോയിരുന്നാലും നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നതാണ് ഈ ഒരു ബാൻഡിന്റെ പ്രത്യേകത എന്ന് പറയാം. നോർമലി വാച്ചസിലെല്ലാം സെൻസേഴ്സ് എല്ലാം 1-2 സെൻസേഴ്സ് വെച്ചിട്ടായിരിക്കും ഹാർട്ട് റേറ്റ് വെച്ച് അവർ നമ്മുടെ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ബാൻഡിൽ ഏകദേശം 4 സെൻസേഴ്സ് ആണ് ബാൻഡ് കൊടുത്തിരിക്കുന്നത്. പല ആളുകളും ഇത് കയ്യിൽ ധരിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ചില ആളുകളെല്ലാം സ്റ്റൊമക് പോർഷനിൽ ഇത് ധരിക്കാറുണ്ട്. അതിന് പ്രത്യേക തരത്തിലുള്ള ബാൻഡുകളൊക്കെ ഉണ്ട്. ചില ആളുകൾ കാലിൽ ധരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ആക്യുറേറ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് ടൈറ്റ് ആയിട്ട് കെട്ടുക എന്നതാണ്. പിന്നെ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിന്റെ ആക്യുറസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോവിഡ് സിറ്റുവേഷനിലെല്ലാം USA ഗവൺമെന്റ് വൂപ്പ് 2.0 3.0 എല്ലാം കോവിഡ് സിറ്റുവേഷനിൽ ആളുകളുടെ കയ്യിൽ കെട്ടി കൊടുത്തിരുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഈ ഒരു ബാൻഡിന്റെ ആക്യുറസി എത്രമാത്രമാണ് ഉള്ളതെന്ന്. വൂപ്പിന്റെ 1.0, 2.0, 3.0 എല്ലാം വേരിയൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് ആളുകൾ അല്ലെങ്കിൽ ഫിറ്റ്നസിനോട് കോൺഷ്യസ് ആയിട്ടുള്ള ഗാഡ്ജറ്റ് യൂസ് ചെയ്തെങ്കിൽ വൂപ്പ് 4.0 ഗ്ലോബലി മാർക്കറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇതൊരു സ്റ്റാറ്റസ് സിമ്പിളായി ഇപ്പോൾ മാറിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ കാരണങ്ങളായി ചിലത് പറയപ്പെടുന്നത് ഇത് യൂസ് ചെയ്യുന്നത് സെലിബ്രിറ്റീസ് ആണ്. അതിനു പുറമെ ഇത്രയും പേയ്മെന്റ് നമ്മൾ ഈ ഒരു ഗാഡ്ജറ്റിന് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ധരിക്കുന്നത് പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് യുണീക്ക് ആയിരിക്കും. അപ്പോൾ ആ യുണീക്നെസ് ഒരു വ്യക്തിയുടെ വെൽത്തിനെ കാണിക്കുന്നു. അങ്ങനെ അതൊരു സ്റ്റാറ്റസ് സിമ്പിളായി ഇപ്പോൾ മാറിക്കൊണ്ടുവരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വൂപ്പ്
4.0 ഫിറ്റ്നസ് ബാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ നിങ്ങൾ പലരും നമ്മുടെ വീഡിയോസിന് താഴെ വന്ന് എന്തുകൊണ്ടാണ് 2 വാച്ച് കിട്ടിയിരിക്കുന്നത്, അതൊരു ഫിറ്റ്നസ് ബാൻഡ് ആണോ, ആ ഫിറ്റ്നസ് ബാൻഡ് സ്പെസിഫിക്കേഷൻസ് എന്താണ്, എന്തുകൊണ്ട് സെലിബ്രിറ്റീസ് ധരിച്ചിരിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യാനുണ്ടായത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.